നമസ്കാരം. അപ്പോ നമ്മൾ ഈ ഫംഗ്ഷൻസിലൊക്കെ പോകുമ്പോൾ നമ്മൾ എങ്ങനത്തെ ഡ്രസ് ടൈപ്പ് ആയിരിക്കും പ്രിഫർ ചെയ്യാം? ഒന്നെങ്കിൽ സ്കേർട്ടും ടോപ്പും ആകാം, അല്ലെങ്കിൽ ഗൗൺ ആകാം, സൽവാസ് ആകാം, സാരീസ് ആകാം, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ടാവും അല്ലെ. പെട്ടെന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സാരീസ് അല്ലെങ്കിൽ ചുരിദാറാണ്. അപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് കുറച്ച് തുണിയൊക്കെ പർച്ചേസ് ചെയ്ത സമയത്ത് എന്റെ അമ്മയ്ക്ക് ഒരു ചുരിദാറിന് തുണി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അതേ ചുരിദാറിന്റെ അതേ കളറുള്ള വേറൊരു ചുരിദാറും കൂടെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് അതങ്ങ് സൈഡാക്കി വെച്ചു. അപ്പൊ കുറച്ച് ദിവസം അത് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്കത് എടുത്തുകൂടാ എന്ന്. അപ്പൊ നമ്മൾ സാധാരണ ഡ്രസ്സ് എന്തെങ്കിലും എടുക്കുന്ന പാടെ അമ്മ ചോദിക്കും ഞാൻ തയ്ക്കണോ എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ പറയും വേണ്ട, ഞാൻ ഇത് പുറത്ത് കൊടുത്ത് തയ്പ്പിച്ചോളാം എന്ന് പറയും. അത് വേറെ ഒന്നും കൊണ്ടല്ല, അമ്മയ്ക്ക് ഇത് തയ്ക്കുമ്പോൾ ഉള്ള ഒരു ടെൻഷൻ ഉണ്ട്, അമ്മയ്ക്ക് ഒരു വെപ്രാളമുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സത്യം പറഞ്ഞാൽ അങ്ങനെ പറയുന്നത്. അപ്പൊ ഇപ്രാവശ്യം അമ്മ അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ അമ്മ തയ്ച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ അതിന് വേണ്ടിയിട്ട് എടുത്ത ഒരു കെയറും എഫേർട്ടും എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. അമ്മയുടെ ഡ്രസ്സൊക്കെ അമ്മ തന്നെയാണ് തയ്ക്കാറുള്ളത്. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നതും ചുരിദാർ തയ്ക്കുന്ന എല്ലാം അമ്മ തന്നെയാണ്. ഇനി തീരെ നിവൃത്തിയില്ല, സമയമില്ല, അങ്ങനെയൊക്കെ വന്നാൽ മാത്രമേ അത് പുറത്ത് കൊടുക്കാറുള്ളൂ. അപ്പൊ അമ്മ വളരെ സമയമെടുത്താ തയ്ക്കുന്നത്. ഓരോ തവണയും അമ്മ വീണ്ടും പുതിയതായിട്ട് അളവെടുത്ത് അങ്ങനെ ഭയങ്കര കെയർ കൊടുത്തിട്ടാണ് അമ്മ തയ്ക്കാറുള്ളത്. അപ്പൊ ഇപ്രാവശ്യം ആദ്യമായിട്ട് എൻ്റെ തുറണം നന്നായിട്ട് തയ്ക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും അമ്മ ഭയങ്കരമായിട്ട് അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്ന കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്നാൽ പിന്നെ പാൻസ് ഞാൻ തന്നെ തയ്ച്ചാലോ എന്ന്. അമ്മ ഓരോ നൂലിഴകളും ഒക്കെ സൂക്ഷിച്ചാട്ടോ തയ്ക്കുന്നത്. അപ്പോൾ അത്രയും സമയം എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ അമ്മ അറിയാതെ തന്നെ ഞാൻ എൻ്റെ പാൻസും തയ്ക്കാമെന്ന് വിചാരിച്ചു. ഞാനൊരു വീഡിയോയുടെ ഹെൽപ്പോട് കൂടി, എനിക്കല്ലാതെ അങ്ങനെ പാൻറ് തയ്ക്കാനൊന്നും അറിയത്തില്ല, ഒരു വീഡിയോയുടെ ഹെൽപ്പോട് കൂടിയിട്ട് ഞാൻ അളവെടുത്തു, എന്നിട്ട് അത് മുറിച്ചു, എന്നിട്ട് തയ്ച്ചു. ഇതൊന്നും അമ്മ അറിയുന്നില്ല. അതിൻ്റെ ഇടയിൽ കൂടെയാണ് അമ്മ സ്റ്റിച്ചിങ് റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയം നോക്കിയിട്ടാണ് ഞാൻ ഈ പരിപാടിയെല്ലാം ഒപ്പിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്ലുക്ക് എത്തിയപ്പോൾ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് കുറച്ചും കൂടെ ഇറക്കം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷെ കറക്റ്റ് ഫിറ്റാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. 2 പോക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അമ്മ അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പം അമ്മേനെ കാണിക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്ക് അമ്മ ശരിക്കും പറഞ്ഞാൽ വണ്ടർ അടിച്ചു. നീ തയ്ച്ചതാണോ, ഇങ്ങ് വാ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു നീ ഇതെന്തായാലും തയ്ച്ചില്ല, എന്നാൽ പിന്നെ വേണമെങ്കിൽ നീ ടോപ്പും കൂടെ നീ തന്നെ തയ്ച്ചോ എന്നൊക്കെ അമ്മ പറഞ്ഞു. പക്ഷെ ടോപ്പ് തയ്ക്കാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല, അത് അമ്മ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ലാസ്റ്റ് അമ്മ ചുരിദാർ തയ്ച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബാക്കിലും ഫ്രണ്ടിലും വീനക്ക് തന്നെയാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. അത്രയും ടൈം അമ്മ അതിന് കൊടുത്തു, അത് വെറുതെ ആയില്ല. പിന്നെ സ്ലിറ്റ് സാധാരണ എപ്പോൾ തയ്ച്ചാലും മേക്കോന്നാണ് ഇരിക്കാറുള്ളത്. പക്ഷെ അമ്മ അത്രയും ടൈം എടുത്തുകൊണ്ട് അതും പെർഫെക്റ്റ് ആയിരുന്നു. പഫ് സ്ലീവാണ് കൊടുത്തത്. പക്ഷേ ആ സ്ലീവ് കൊടുക്കാനുള്ള തുണി കുറവായിട്ട് നമ്മൾ കൂട്ടിയടിക്കുകയാണ് ചെയ്തത്. ലോങ് സ്ലീവാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ആ സ്ലീവിൻ്റെ എൻഡിൽ വരുന്നത് നമ്മൾ പ്രസ് ബട്ടൺ അവിടെ ഒരു പടി പോലെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് പ്രസ് ബട്ടൺ വെച്ചിട്ട് അവിടെ ടൈറ്റ് ചെയ്യുവാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു, നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് പാക്കലാമാ. बस गया दिल में कैसे तू, यहाँ वहाँ देखो जहाँ दिखता है तू, छुप गया नैनों में कैसे तू, जानी दो को लेता जा, बेख्वाबों को देता जा, के सच हो जाए दिल के किस्से, जा बाहों को लेता जा, बेराहों को देता जा, कभी ना रुके दिल मिलने से. അപ്പോൾ സംഭവം എപ്പടി അമ്മയെ കൊണ്ട് ഇനി കൂടുതലൊക്കെ തയ്പ്പിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. അപ്പോൾ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ്. ബൈ.